ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം രാവിലെ 7 മണിയാകുമ്പോൾ പോകുന്നു. നമ്മളെവിടെ പോകുന്നു വേദു? നമ്മളെവിടെ പോകുന്നു? ചന്ദനക്കുറി നോക്കിയിട്ട് അമ്മേ പോവാ. നമ്മൾ ട്രിപ്പിന് പോവാണ്. 4 ദിവസം നമ്മൾ പോകുന്നു ജിം കോർബറ്റ് ആൻഡ് നൈനിതാൽ, ഭീംതാൽ. അപ്പം കുട്ടി ട്രിപ്പാണ്. അപ്പം നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്തു. വേദുവിനുള്ള ആഹാരം, വേദുവിനുള്ള പാത്രങ്ങൾ, വെള്ളം എല്ലാം സെറ്റപ്പ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇത് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബെഡ് പോലത്തെ കുഞ്ഞു ബെഡ്, സൈഡ് പില്ലോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ വേദു ഇവിടെ ഇരുന്നില്ല. ഇതാ വേദു ഇവിടെ വന്നിരിക്കുന്നു. സോ 4 ദിവസത്തിലെ വ്ളോഗ് ഇടാൻ ശ്രമിക്കാം, പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. രാവിലെ തന്നെ പാട്ടൊക്കെ ഇട്ട് ഇറങ്ങിക്കുവാണ് എല്ലാരും. എത്ര മണിക്കൂറുണ്ട് നിശാന്ത്? 4 hours 40 minutes का ब्रेक लेके जाएंगे तो 5:30 6 घंटा 6 मणि ये वेदु लेट्स गो. എന്താ നിശാന്ത് പറയാം. വേദു പൂറ്റിയായിട്ട് ഇറങ്ങിയപ്പോ തിരുമേനി പോയി. നമ്മളെല്ലാം എടുത്തു. വേദുവിനുള്ള പാല്, ആഹാരം, ഫുഡ് ഐറ്റംസ്, നമുക്ക് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ദോശ, ഷാന്റെ ബ്രെഡ്, ചായ മാത്രം എടുത്തില്ല. ചായ വെളിയിൽ നിന്ന് കുടിക്കാൻ. ഷാന്റെ എങ്ങനെയുണ്ട് വേദു? 1 വയസ്സായപ്പം നമുക്ക് എന്തൊക്കെ ഒരു ട്രിപ്പിന് പോകാൻ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട്? മെയിൻ ആരമാണ്, ബാക്കി കുഴപ്പമില്ല. ആരം അല്ലെങ്കിൽ നോർമൽ നമ്മളെപ്പോഴത്തെ ആരും ഇനി അടുത്ത 1-2 വർഷം ഇനിയും അങ്ങനത്തെ ആരൊന്നും കൊണ്ടുപോകണ്ടാവില്ല. കറക്റ്റ്. ഇപ്പൊ വേദുവിന് 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ. അപ്പൊ നമുക്ക് എളുപ്പം അവന് വെളിയിലത്തെ ആഹാരം അത്ര ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെളിയിലത്തെ ആഹാരം കൊടുക്കാറുണ്ട് നമ്മള്, ചെറിയ കുട്ടി പീസായിട്ട്. അതുകൊണ്ട് അവനുള്ള ആഹാരം എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അരി തൊട്ട് വെജിറ്റബിൾസ് വരെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. വെള്ളം ബോയിൽ ചെയ്ത് അതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പം നമ്മൾ കഴിക്കുന്ന വെളിയിലത്തെ കുറച്ച് ഫുഡ് നമുക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിക്കും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടി. കാരണം ഒത്തിരി ലഗേജായി. നമ്മൾ രണ്ടുപേരും പോവാമെങ്കിൽ ഇവനും പോവാമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ ഗോവയിൽ പോയപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടായില്ല. ആ സമയത്ത് അവൻ ഫീഡ് ചെയ്യുമായിരുന്നു. ഞാൻ ഫീഡ് ചെയ്യുന്നത് അത് 6 മാസമൊക്കെ ആയിട്ടുള്ളത്. ഇനി അറിയത്തില്ല. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ഉറങ്ങിയിട്ട് എണീച്ചേ ഉള്ളത്, കുഴപ്പമില്ല. ഇനിയും മുമ്പോട്ടറിയാം എന്താവുന്നു. ഇങ്ങനെ ഇരിക്കുവോ? ഫുൾ ട്രിപ്പിൽ ഇങ്ങനെ ഇരിക്കുവോ? പ്രോമിസ് മീ, ഇങ്ങനെ ഇരിക്കുവോ ഫുൾ ട്രിപ്പില്? പാട്ട് കേട്ട് എങ്ങനെ ഇരുന്നോളൂ? ഈ പാട്ട് ഭജൻ കണക്റ്റില്
ബ്ലാങ്കറ്റ് ആണ്, ബ്ലാങ്കറ്റ് ഒക്കെ വിരിച്ചിട്ടുണ്ട്, പില്ലോ വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ ഉറങ്ങിക്കോളൂ, ഞാൻ ഫ്രീ ആയി. എനിക്ക് വിശന്നു, അതുകൊണ്ട് ചേച്ചി ഇത് കൊണ്ടുവന്ന ദോശ. 10 മണിയാകുമ്പോൾ വിശക്കും, പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചിട്ടുമില്ല കേട്ടോ. അപ്പം പുറത്തുനിന്ന് വാങ്ങിക്കും. ഞാൻ നോൺ സ്റ്റോപ്പ് അമ്മ ഉണ്ടാക്കി. ആരാം से चलो ना, ഇത് അമ്മ ഉണ്ടാക്കിയതാ കേട്ടോ. ചമ്മന്തി, പുറത്തിറങ്ങി ഭയങ്കര വിഷമം. जल्दी करो, वो उड़ जाएगा तो फिर ये सब खाओ जल्दी. ഒരു ദോശ കഴിക്കും, സ്നാക്സ് ഒന്നും എടുത്തില്ല നമ്മൾ, അല്ലെങ്കിൽ ഒരു ലോഡ് ചിപ്സും കൂൾ ഡ്രിങ്കും കിടക്കുന്നത്. കൂൾ ഡ്രിങ്ക് അല്ലാതെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ചേരാൻ തീരാം. ഞാൻ ചെന്നൈ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ തനിച്ച് കൊണ്ടുപോകാനുള്ളൊരു കുറച്ച് വലിയ ധൈര്യം. തനിച്ചല്ലായിരുന്നു, അനുജ ഉണ്ടായിരുന്നു, പക്ഷെ നിശാന്ത ഇത് കെട്ടിയിട്ടില്ല ഈ സംഭവം ഒന്നും. तुम्हें आधा घंटा कर दो तभी 8 व्यूज आते हैं. ഞാൻ വ്ളോഗേഴ്സ് ട്രാവൽ വ്ളോഗ്, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഏത് വ്ളോഗാന്ന് നിശാന്ത് അറിയാമോ? ഏതാ? സുജിത് ഭക്തന്റെ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുജിത് ഭക്തന്റെ വ്ളോഗാണ് കണ്ടോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ നല്ല മഴയല്ല, മഴ ചാറുന്നു. വിൻഡോ തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മരങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണം, നാട്ടിലത്തെ മരങ്ങളൊക്കെ പച്ചിച്ചിരിക്കുന്നു. നല്ല സ്ഥലങ്ങൾ, പൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗി എല്ലായിടത്തും കാണും. പൊല്യൂഷൻ ഇല്ല, നല്ല ക്ലൈമറ്റ്. അത് മാങ്ങയാണോ എന്തുവാണ് നടക്കുന്നത്? നമ്മുടെ അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ മരത്തിൽ ഇങ്ങനെ ഭയങ്കര പൊടിയല്ലേ, ഇതല്ലേ നല്ല ക്ലിയർ. ചന്ത് സഫാരി പോയിട്ട് അവിടെ എന്ത് കണ്ടു നമ്മള്? വെരി നൈസ്. बहुत बड़ा रीजन है, ये सिर्फ एरिया नहीं है, फॉरेस्ट पीछे से और भी है. ആ എന്താ പറഞ്ഞേ? ഇത് മാത്രമല്ല, വേറെ കുറെ ഏരിയ ഉണ്ട്, അവിടെ നിന്ന് കയറാൻ വലിയ ഫോറസ്റ്റ് ബോർഡ് എഴുതിയിട്ടുണ്ട്. കൊച്ചി ഇങ്ങനെ കിടന്നുറങ്ങുവാണ്. എന്റെ കാലം. സാവധാനി സേ വാഹൻ ചലായിയേ. കുതിര, പശു, ആന, പുലി കാണാനുള്ള ചാൻസസ് ഉണ്ട്. ബൈക്ക് കണ്ടില്ലേ? ഇത് ഡെയറിങ് റൈറ്റ്? മൈ ഗോഡ്, ചഷ്മ ലഗാരൊക്കെ. നല്ല രസമാ ഇവിടെ ഇങ്ങനെ പെതുക്കി ഓടിച്ചു പോനെ ശാന്ത്. ഈ വിൻഡോ ഒക്കെ തുറന്ന് എനിക്ക്
മുത്തേ നീ ഇത് കാണുന്നുണ്ടോ? എന്റെ ഈ കൊച്ചിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഈ പച്ച പൂഷ്മുളക് അങ്ങ് പോകും. ആദ്യമായിട്ട് കാണുന്ന പോലെ ഈ കേത്തിയൊക്കെ. പക്ഷെ എന്നാലും കുറെ നാളായിട്ട് കാണുന്നുണ്ട്. ഒരു രസം. എന്റെ കൊച്ചിനെ കണ്ടോ? നോക്ക്, ഇത്രയും നേരം കിടന്നുറങ്ങിയിട്ട് എത്താറായപ്പോ അവൻ എണീച്ച് കഴിയുന്നു. കണ്ടില്ലേ കണ്ടില്ലേ? ഓ അവൻ ഉറക്കം, പിന്നെ ഉറക്കം അവന്. രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലേ. ഇത് reached, baby reached. Now mama and papa will rest and you will sleep, okay? Again. Guys, nam resort etti avasanam finally. Nice place. I like it, huh? ഇപ്പം നല്ല തണുപ്പുണ്ട്. മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് തണുപ്പാണ്. പക്ഷെ കുഴപ്പമില്ല, മാനേജബിളാണ്. നമ്മൾ 2 റൂംസ് ഉണ്ട്. അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യാൻ മതി. ഇപ്പം ഇങ്ങനെ ഒരു റൂംസ് കോട്ടേജ് പോലെ ഇങ്ങനെ ഓരോന്നോരോന്നാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. വേദു നിശാന്തി തൊപ്പിയിട കേട്ടോ, ശരിക്ക് ചെവി മറച്ചേക്കൊന്നു. ഈ നൈറ്റ് വ്യൂ നല്ലതായിരിക്കും ഇവിടുത്തെ. അതിലും നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. സെയിം യോഗ ഐ തിങ്ക്. ഓക്കെ, ദിസ് ഈസ് നൈസ്. ഇത് ആദ്യത്തെ റൂം നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ദിസ് ഈസ് നോ സ്മോക്കിംഗ് സോൺ. ഇത് കബേർഡ്. ഇത് സിമ്പിൾ റൂം. बाप रे, मैं गिर जाती. नहीं भैया, थैंक यू सो मच. मेरे को यहाँ का स्टेप पावर है नेचुरल बुनास. क्या नाम है इसका? बुनास. बुनास. ये हार्ट के लिए बहुत अच्छा है. ओके, थैंक यू यार. ഗൈസ്, ബുനാസ് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇത് ടേസ്റ്റിയാ. ഗൈസ്, ഇത് സെയിമാ. ओके, सेम है ना भैया? तो वॉशरूम भी वही सेम. ओके, सिंपल वॉशरूम. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പൊടിയൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ നല്ല ഭംഗിയല്ലേ എൻ്റെ ഈ ചക്കൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഈ ഒരു വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഭീം തള്ളി പോകും. അപ്പോൾ അവിടെ ഒരു സ്റ്റേ ഉണ്ട്, അവിടെ ഉണ്ട്. അവിടെ ഓൾമോസ്റ്റ് 3 ദിവസമാണെന്ന് തോന്നുന്നു നമ്മൾ. അപ്പം ഇന്ന് ഇവിടെ എൻജോയ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. എങ്ങും പോകുന്നൊന്നുമില്ല. നമ്മൾ സഫാരിക്ക് നമ്മൾ പോകുന്നില്ല, കാരണം കുഞ്ഞുണ്ട്, പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോകാൻ പറ്റും, പക്ഷെ നമ്മളത് ചൂസ് ചെയ്തിട്ടില്ല. നമ്മൾ വിചാരിച്ച് നല്ല ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് നൈനിതാലിലൊക്കെ പോകുമ്പോൾ, ഭീംതാലിലൊക്കെ പോകുമ്പോൾ അവിടെ കുറേ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും കറങ്ങാനുള്ളത്. അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് വേറൊരു വ്ളോഗായിട്ട് കാണുന്നിടം വരെ ടാറ്റ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.